ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയ സൈസ് കടലക്കാട് കൂട്ടിരിക്കുന്ന സോയാ ചങ്കാണ്. നമുക്ക് ഇത് വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കാം. കുറച്ചെടുത്ത് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കത് ചരുവത്തിൽ തിളപ്പിക്കാൻ വെക്കാം. സ്റ്റൗവിൽ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. അതൊന്നൊരു തിളയ്ക്കുന്നവരെ അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായ മറ്റു സാധനങ്ങൾ എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനം എടുക്കാം. 4 കഷ്ണം സവാള, വലിയ 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റുന്നതിന് വേണ്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് ഇളക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ്, ഉള്ളി വഴലാനും വേണ്ടി മാത്രം. സോയ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ വരട്ടിയെടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ മസാലപ്പൊടി കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി അടച്ച് വെക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് ചേർക്കുന്നത്. അടച്ചിട്ട് ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് അടച്ചിട്ട് വേവിച്ചെടുക്കാം. സോയ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ സോയ വരട്ടിയത്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ സോയ വരട്ടിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.